1 തീയതി പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. ആ സാധനം കിട്ടാനായിട്ട് യാതൊരു മാർഗവും. ആ സമയത്ത് സുപ്രന്റെ ഒരു കൂട്ടുകാരൻ ഒരു ഗ്ലാസ്സിൽ മദ്യവും ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ സൂപ്പറിനെ കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോ ആ കൂട്ടുകാരൻ ഒരു കയ്യിലിരുന്ന് വെച്ച വെള്ളം അങ്ങനെ കമത്തിക്കളഞ്ഞു. അപ്പൊ സൂപ്പറിന്റെ പ്രതികരണം എന്തായിരിക്കും? അയ്യോ, എനിക്ക് ഒരു പ്രതികരണം ഉണ്ടാവില്ല, അറിയാതെ പറ്റിപ്പോയി. പാവം കൂട്ടുകാരനല്ലേ. ആ കൂട്ടുകാരൻ മറ്റേ കയ്യിലിരുന്ന് വെച്ച മദ്യമാണ് കമത്തി കളഞ്ഞതെങ്കിലോ? ഞാൻ വെറുതെ ഞാൻ മിണ്ടാണ്ട് വെറുതെ ഇരിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാടാ. പറഞ്ഞു എടാ പൊന്നുമോനെ ഒരു കഥ പറഞ്ഞതാടാ. എന്നെ കൊന്നേനേലോ ഇപ്പൊ ചെയ്താങ്ങള്. ഇത് എന്ത് കൂട്ടുകാരാടാ? ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. 1-ാം സാധനം കിട്ടിയില്ലെങ്കിൽ സുപ്ര ഒരു പെട്ടി പറയാടാ, ഈ പരിപാടിയൊന്നും നടത്തിക്കൊണ്ട് പോട്ടെ. കിടന്ന 16. എടാ പെട്ടി പറയാടാ, നീ കൊണ്ട പെട്ടി എടുത്തിട്ടുണ്ട്. ഏത് പെട്ടിയുടെ നമ്പർ ആണെന്നല്ലേ? എനിക്ക് പറ. 8 പെട്ടി നമ്പർ 8. 8 കിട്ടിക്കഴിഞ്ഞ 10-ന് 8 എന്നാണ്, മനസ്സിലായ? പക്ഷെ 8 കിട്ടിക്കഴിഞ്ഞ 8 നില പൊട്ടുന്നുണ്ട്. അപ്പൊ ഏതായാലും മുൾമുനയും നിർത്തിക്കൊണ്ട് നമുക്ക് ആ പെട്ടി തുറന്നു നോക്കാം. മോളെ മെല്ലെ 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 തുറക്കും. അതെ, ഓപ്പൺ ഓപ്പൺ. അത് പോട്ടെ, തുറക്കാക്കലേ. വെറും ഒരു ക്വാർട്ടർ, ഒരു ചില്ലി ക്വാർട്ടർ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇനി സൂപ്പറിന് ബാക്കിയുള്ളത് 9999.4 ലിറ്റർ ഇപ്പോഴും കയ്യിലുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബാർ ഓണർ എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ എന്താ ഓഫർ എന്നു അറിയണമല്ലോ. ഹലോ ഹലോ, ബാർ ഓണർ അല്ലേ? സ്വസ്ഥമായിട്ട് അടിക്കാനും സമ്മതിക്കൂലത്. ഇത് താത്തയാണ്. താത്ത ഏത് താത്ത? ഈ വീൽ ഓർ നോ വീൽ എന്ന് പറഞ്ഞ പരിപാടി വിളിക്കായിരുന്നു ഞാൻ. എന്താ കാര്യം പറ. അതെ, ഈ സുപ്രൻ നമ്മുടെ പരിപാടി പൂട്ടിക്കുന്നു തോന്നണേ. ഇപ്പോഴും 9999.4 അവന്റെ കയ്യിലിരിക്കാം. എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്താൽ അവനെ വിട്ടില്ലെങ്കിൽ നാളെ പോലെ കഞ്ഞൂരി കൂട്ടി പോകും. അതുകൊണ്ട് വേഗം പറ. അതെ, അവനോടൊരു കാര്യം പറ. 2 കുപ്പി ഫുൾ OPR കൊടുക്കാന്ന് പറ. ഒഴിഞ്ഞു പോകാൻ പറ. എങ്ങനെ? OPRന്റെ ഫുള്ള്. ശരി ശരി, ഞാൻ പറഞ്ഞു നോക്കാം. സുപ്ര, ഇപ്പൊ ബാർ ഓണർ വളരെ സന്തോഷത്തിലാണ്. സൂപ്പറിന്റെ ഇത്രയും ലിറ്റർ സ്വന്തമായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരൻ അവിടെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് തുള്ളിച്ചാടാ. അപ്പൊ പുള്ളി ഇപ്പൊ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്റെ കയ്യിലിരിക്കുന്ന ഈ പെട്ടി പുള്ളിക്കാരന് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട പാനീയം, കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ ഇഷ്ടപാനീയമായിട്ടുള്ള OPR 2 കുപ്പി നിങ്ങൾക്ക് തരാന്നാ പറയണത്. അപ്പൊ അതിനകത്ത് സമ്മതിക്കുകയാണെങ്കിൽ വീൽ ഓർ നോ വീൽ. 2 കുപ്പി OPR ആണ്. എടാ സുപ്ര സമ്മതിക്കടാ. എന്റെ സുപ്ര നീ സമ്മതിക്കണ്ട. അടിക്കുമ്പോ മാന്യമായിട്ട് അടിച്ചു ആള് വെച്ച് കിടക്കണം സുപ്ര. ഒന്നും മിണ്ടാണ്ടിരിക്കണം. ഇവിടെ ബ്ലൂ ലെവൽ കിട്ടിയിട്ട് മത്സരത്തിന് പിന്മാറില്ല, പിന്നല്ലേ OPR കിട്ടിയിട്ട്. നീ മത്സരിക്കണം, നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. സംഭവം ശരിയാണ്, പുറകിൽ ഞങ്ങളുണ്ട്. നീ എങ്ങാനും തോറ്റ നിന്റെ പുറകെ ഞങ്ങൾ അടിച്ചു കൊടുക്കും. കയ്യെങ്ങാനും വരച്ചിട്ട് വയ്യാന്ന്. ഒന്നും മിണ്ടായി. നീ മത്സരിക്കടാ. OPR മേടിച്ച് നമുക്ക് പോകടാ. നിങ്ങൾ സമാധാനം. ഞാനൊരു കാര്യം പറയട്ടെ, പറയാം. ഈ OPR ഒന്നും അടിച്ചിട്ട് എനിക്ക് ഒന്നും ആവൂല. അപ്പൊ അതുകൊണ്ട് നോ വീൽ. നീ എന്ത് പണിയെ കാണിക്കണ? നീ പുറത്ത് വെച്ച് പറഞ്ഞാലേ നിനക്ക് 2 OPR ഇട്ട് കഴിഞ്ഞാൽ കളിന്ന് മാറിക്കോളാന്ന്. അതിപ്പോ ശരിയാണ്. അങ്ങനെ ഇതിപ്പോ ഞങ്ങളുടെ പരിപാടി പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. മത്സരമല്ലേ? മത്സരമൊക്കെ പുറത്ത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാലേ 2 OPR നിർത്തിപ്പോക്കോളാൻ പറഞ്ഞാലേ. അത് ശരിയാവണം. അങ്ങനെയാണ്. ആവേശം തന്നിട്ട് പിന്നെ ആളുകൊണ്ടല്ലേ തട്ടേ കയറിപ്പോ ഇതിന്റെ സ്വഭാവം മാറിയില്ല. മത്സരമൊന്നും ഇല്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ജയിക്കാമോറ. പഠിച്ചോനെ ക്യാമറയൊക്കെ ഓണാർന്നാ. ഒരു ഷോർട്ട് ബ്രേക്ക്. സൂപ്പറാ, നീ സൂപ്പറാ. നീ എന്നെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടാ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇപ്പൊ നീ തുറക്കേണ്ടത് ഒരേ ഒരു പെട്ടി. നമ്പർ സെലക്ട് ചെയ്തോ. പെട്ടി പറയാൻ വന്നിട്ട് പൊഴിഞ്ഞ് വിരിയിച്ചോണ്ടിരിക്കണ കുട്ടീനെ ഇവിടെ. നീ പെട്ടി പറഞ്ഞ.
7 ഏയാ ഏഴല്ല 7 അതല്ലേ പറഞ്ഞു ഏയ് 7 അല്ല 7 ഏയ് അത് തന്നെ ഏയ് തന്നെ വേണോ അതെ മാറ്റി പറയണോ വേണ്ട 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 മാറ്റിക്കോട്ടാ വേണ്ടത് മാറ്റട 7 ഉറപ്പിച്ച് 7 തന്നെ നീ ആ ചിരി കണ്ടിട്ട് നീ വീയണ്ടാട്ടാ ദേ കൂട്ടുകാരുടെ അടുത്ത് തുടങ്ങി ചോദിക്കണോ പിന്നെ കൂട്ടുകാരോട് ചോദിക്കണം ആ വേറെ ചോദിച്ചിട്ട് വന്നാ അവന്മാരെ മാറ്റി കുടിച്ചോളൂ വാറ്റണം എന്തിനാ വെറുതെ പിഞ്ഞാ മതിയിലോ കിട്ടുമല്ലോ ചാരായ ഇഷ്ടമാതിരി ഒരു അരമണിക്കൂർ സമയം തന്നെ അരമണിക്കൂർ ആക്കണേ 1 മണിക്കൂർ എടുത്തോ മതി, thanks. വീട്ടിൽ പോയി പെണ്ണുമ്പിള്ളിയായിട്ടൊക്കെ ആലോചിച്ചിട്ട് വന്നാൽ മതി ആകെ അരമണിക്കൂർ പരിപാടിയുള്ളൂ അതിന്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ആലോചിക്കാൻ പോണം പോയി 10 സെക്കൻഡ് വേണമെങ്കിൽ തരാം വേഗം പോയിട്ട് വാ ഒന്ന് മാറി ജയിക്കാൻ സുപ്ര വൈകിട്ട് 6 മണിക്ക് പരിപാടി തീരുമെന്ന് പറഞ്ഞല്ലേ ഉവ്വ. ഇപ്പതേ പണി 10 ബിവറേജ് കടച്ചിണ്ടാവും ഇനി ബാറിന്റെ കിളിവാല് കുട്ടിയെ പോലും കിട്ടില്ല അവൻ അങ്ങനെ സൂപ്പർ കിട്ടുന്നേ ഞാൻ OPR മേടിച്ച് നമുക്ക് അടിച്ചിട്ട് ഒന്ന് പോകാം. മിണ്ടാണ്ടിരിടാപ്പാ. എന്റെ സുപ്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഇന്ന് അടിക്കാതെ വീട്ടിൽ ചെന്ന പെണ്ണുമ്പുള്ള ഞാൻ ചിലപ്പോ നന്നായി പോയിരിക്കും. എടാ സുപ്ര സമയം തീരാറായി എടാ നമ്മൾ ഈ വീല് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞേക്കണ ഇനിയിപ്പോ നമ്മൾ ആ വീലാവണ്ട് അങ്ങോട്ട് ചെന്ന് അവർ വച്ചേക്കൂലട്ടോ ഉള്ള കാര്യം ഞാൻ എടാ, ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പറഞ്ഞേക്കാം ചത്തൊന്നും പോവില്ലോ എടാ ഇനി ആകെ 2 പെട്ടിയുള്ളൂ അതിന് നിന്റെ ഇരിക്കുന്ന പെട്ടിയാണ് 9999 ലിറ്റർ ഇനി അടിച്ച് മരിക്കാൻ പാടില്ലേ നീ പോയി പങ്കെടുക്കണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ആ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ആ തീരുമാനിച്ചാ തീരുമാനിച്ച് എന്ത് തീരുമാനിച്ചു ഏയ് തന്നെ 7 എന്നാ പിന്നെ കാണിച്ചു കൊടുക്കുവോളെ പെട്ടി കാണിച്ചേക്കടേ രോഗി ഇച്ഛിച്ചതും ബ്രാൻഡി വൈദ്യർ കൽപ്പിച്ചതും ബ്രാൻഡി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ 250 ക്വാർട്ടർ മാത്രം അടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയിരിക്കുകയാണ്. അപ്പൊ സൂപ്രന്റെ അക്കൗണ്ടിൽ ഉള്ളത് 9999 ലിറ്റർ ആണ്. അത് ഒരു പക്ഷേ ഈ 10ാം നമ്പർ പെട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ഇരിക്കുന്ന പെട്ടിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഏതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് ബ്രാ ഓണറിന് സംസാരിച്ചു നോക്കാം. ബാർ ഓണർ അത് തന്നെ. ഹലോ 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 ആ ബാർ ഓണർ അല്ലേ? അവന്മാര് പോയില്ലേ? ഉറക്കായില്ലേ? അതെ, ഇവിടെ പരിപാടി അങ്ങനെ അങ്ങോട്ട് മൂത്ത് നിൽക്കാണ്. അപ്പൊ അതുകൊണ്ട് വേഗം എന്താന്ന് വെച്ചൊരു തീരുമാനം ഉണ്ടാക്ക്. അവനോടൊരു കാര്യം പറ. ആ 5000 രൂപ വിലയുള്ള 2 കേസ് റോയൽ സല്യൂട്ട് കൊടുക്കാന്ന് പറ. അതെ, പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. വീടിന്റെ ആധാരം കൊണ്ട് നേരെ ബ്ലേഡ് കമ്പനിയുടെ അടുത്ത് പോയിരിക്കും. അതായത് നിനക്ക് ഈ 9999 ലിറ്റർ മേടിച്ചു തരണ്ടേ മോനെ? ഇതൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ തുടങ്ങിയേക്കണ പരിപാടിയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ശമ്പളം കൊടുക്കണം, എനിക്ക് വണ്ടി കാശ് വേണം, വീട്ടിൽ വീരാനക്കൊക്കെ ഒരു ചെറുതടിക്കണം. അപ്പൊ അതുകൊണ്ട് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് നീ ഒരു പാലോടുമ്പോ അങ്ങനെ ഇങ്ങോട്ടും വേണമല്ലോ. അതെ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാലോടെ ബോട്ട് ഓടിക്കാൻ എന്തോളം ചെയ്തോ, ഇത് ഞാൻ തരില്ല, ഈ പെട്ടി ഞാൻ തരില്ല. അല്ലെ, ഈ പെട്ടി തരയാണെങ്കിൽ പുള്ളി പറയണത് 2 കേസ് റോയൽ സല്യൂട്ട് തരാന്ന്. അത് അയാളോട് കുടിച്ചോളാൻ പറ, എനിക്ക് വേണ്ട റോയൽ സല്യൂട്ട് ഒന്നും. കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കണ്ടേ? ഏത് ഈ ചറ്റകളാ? ആര് കൂട്ടുകാർ? എന്താണ് നീ വന്ന് വിളിച്ചപ്പോ ഞങ്ങൾ ഒന്നും നിന്റെ പറയാൻ ഇറങ്ങി പോകുന്നല്ലോ. അതെന്തിനു വേണ്ടിട്ടാണ്? വെറുതെ ഓസിലടിക്കാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് വരാൻ പൈസ ഇല്ലാതെ പെണ്ണുമ്പിള്ള കഴുത്തിലെ മാല പണയം വെച്ച് ഞങ്ങൾ വന്നത്. അത് ഞാൻ എനിക്കറിയേണ്ട ആവശ്യമില്ല. 50 രൂപ പിരിവിടാന്ന് കൂടി പറഞ്ഞാണ് ഞാൻ അവന് ഒരുമിച്ച് കഴിക്കാൻ. ഇറങ്ങി പോകാൻ പാടില്ല. വിശ്വാസം കൂടെ 100 പ്രാവശ്യം പറഞ്ഞില്ല. ഏയ് നിർത്ത്. ഇത്തിരി ഇറച്ചി പോയാലെന്താ? പട്ടിയുടെ സ്വഭാവം മനസ്സിലായില്ലേ? കൂട്ടുകാരനാണ് പോലും, കൂട്ടുകാരൻ. ഞാൻ കൊടുക്കൂല. വേണ്ട, നീ കൊടുക്കണ്ട. ഒരു പെഗോലും മേടിച്ചു കൊടുക്കൂല. വേണ്ട, ഈ മത്സരം അപ്പൊ ഈ പെട്ടി നീ തരൂല. തരില്ല, പെട്ടിന്ന് കൈ എടുക്ക്. എന്റെ സ്വഭാവം മാറൂട്ടാ. വേണ്ട, നീ എടുത്തോ. ഈ മത്സരം ഇങ്ങനെയാണ് മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ എന്തായാലും ഈ പെട്ടി തുറക്കണമല്ലോ. വേണം. ആ പെട്ടിയുടെ അകത്ത് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. മോളെ അമിന ഉമ്മാക്കി കസം അബൂക്ക സലീം, തുറക്ക് മോളെ. പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പൊ നേരത്തെ കൊടുക്കാടാ. എന്താ പറഞ്ഞ കൂട്ടുകാരെ അറിയാൻ പാടില്ല, തരില്ല. ഇവിടെ കുടിക്കണ വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ അതെ, അപ്പൊ ഈ പെട്ടിയിൽ എന്താണ്? എന്താ ഇത്? തൊട്ടോട്ടെ, തൊട്ടോട്ട് കുഴപ്പമില്ല. എന്തായിരുന്നു നിന്റെ ഒരു അഹങ്കാരം? അങ്ങനെയാണോടാ? ഈ പെട്ടിയിൽ എന്താന്ന് പറയാൻ? തുറന്നു നോക്ക്, പ്രാർത്ഥിച്ചോ. പിന്നെ ഇതേ ഇറങ്ങി വന്ന് ദൈവം. താഴത്ത് കുളിഞ്ഞോക്കേന്നുണ്ട്, അതിനകത്ത് കുളിച്ചിരുന്നില്ല. ചെയ്ത്താൻ ഒന്നും എഴുതിയിട്ടില്ല. മിച്ചറ്, അച്ച